ഏപ്രിൽ 9 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരുന്ന മെയ് 4 കേരളം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തിരിക്കും. 140 നിയമസഭാ മണ്ഡലങ്ങളിലെയും ഫലം പുറത്തുവരുമ്പോൾ മൂന്നാമതും അധികാരത്തിലെത്തുമെന്ന് സ്വപ്നം കാണുന്ന പിണറായി വിജയനെയും കൂട്ടരെയും കാത്തിരിക്കുന്നത് കനത്ത തോൽവി. ഈ തെരഞ്ഞെടുപ്പിൽ CPM മുന്നണിക്കെതിരെ വോട്ട് ചെയ്യുന്നവരിൽ നല്ലൊരു ശതമാനം ആളുകൾക്കൊപ്പം 14 ജില്ലകളിലൂടെയും ഇടതുമുന്നണി നേതാക്കളുടെയും പ്രവർത്തകരുടെയും കുടുംബത്തിൽ നിന്നുള്ളവരും ഉണ്ടാകുമെന്ന സൂചനയാണ് A2Z ന്യൂസ് മലയാളം 24 റിപ്പോർട്ടർമാർ സംസ്ഥാനത്തുടനീളം കഴിഞ്ഞ 4 മാസമായി നടത്തിവരുന്ന രഹസ്യ സർവേയിൽ നിന്നും വ്യക്തമാകുന്നത്. മത്സ്യമാംസ്യ വിൽപ്പനശാലകൾ, പച്ചക്കറി വിൽപ്പന കേന്ദ്രങ്ങൾ, ഓട്ടോ ടാക്സി സ്റ്റാൻഡുകൾ, ചെറുകിട ഹോട്ടലുകൾ, തെരുവോര കഞ്ഞിക്കടകൾ, കടൽ കായൽ മത്സ്യത്തൊഴിലാളികൾ, ക്ഷീരകർഷകർ, തീവണ്ടി യാത്രക്കാർ എന്നിങ്ങനെ ജീവിതത്തിന്റെ വിവിധ തുറകളിൽ പ്രവർത്തിക്കുന്നവർക്കിടയിലും A2Z പ്രതിനിധികൾ നടത്തിയ തിരനോട്ടത്തിൽ മനസ്സു തുറക്കുന്നവരിൽ അധികം പേരും കഴിഞ്ഞ 2 തവണയും ഇടതുമുന്നണിക്ക് വോട്ട് ചെയ്തവരാണെന്ന പ്രത്യേകതയും ഉണ്ട്. കുട്ടനാടും പാലക്കാടും നെൽകർഷകർ സർക്കാരിനെയും കൃഷിവകുപ്പിനെയും കണക്കറ്റ് വിമർശിച്ചു. നെൽകർഷകർ കടക്കണിയിലാണെന്ന് കണക്കുകൾ നിരത്തി അവർ വ്യക്തമാക്കുന്നു. കൊയ്തുമതിച്ച് പതിരുനീരാക്കിയ നെല്ല് പാടശേഖരങ്ങളിലും പാതയോരങ്ങളിലും മല പോലെ കുന്നുകൂടി കിടന്നിട്ടും താങ്ങുവില നൽകി ഏറ്റെടുക്കാൻ കൃഷിവകുപ്പ് അധികൃതരും മില്ലുടമകളും തയ്യാറാവാതെ വന്നതോടെ സംഭരണശാലകളിൽ കിടന്ന് വേരിറങ്ങി നശിച്ചത് 100 കണക്കിന് ടൺ നെല്ലാണ്. കുട്ടനാട് പാടശേഖരങ്ങളിലാണ് ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടായത്. 10 കൊല്ലം അധികാരത്തിൽ തുടർന്നിട്ടും കാർഷിക മേഖലയെ പുരോഗതിയിലേക്ക് നയിക്കാൻ ഇടത് സർക്കാരിന് കഴിഞ്ഞില്ലെന്ന് പറയുന്നവരിൽ അധികം പേരും ഇടത് സഹയാത്രികർ തന്നെയാണ്. കേരളത്തിന്റെ നെല്ലറകളായ പാലക്കാടും കുട്ടനാടും കർഷകർ ഒന്നടങ്കം കട്ടക്കലിപ്പിലാണ്. കശുവണ്ടി സംസ്കരണത്തിലും കയർ നിർമ്മാണത്തിലും പേരും പെരുമയുള്ള കൊല്ലവും കിഴക്കിന്റെ വെനീസ് എന്ന് പേരുകെട്ട ആലപ്പുഴയിലും ഇരുമേഖലയിലും പണിയെടുത്തിരുന്ന തൊഴിലാളികൾ അരപ്പട്ടിണിയിലും മുഴുപട്ടിണിയിലുമാണ്. ആലപ്പുഴയിൽ കയർ വ്യവസായം തകർച്ചയിലായിട്ടും സർക്കാർ ഇടപെട്ടില്ലെന്ന അഭിപ്രായമാണ് ട്രേഡ് യൂണിയനുകൾ അടക്കം വിലയിരുത്തുന്നത്. കശുവണ്ടി വ്യവസായത്തിന്റെ ഈറ്റിലമായിരുന്ന കൊല്ലം ജില്ലയിൽ അർദ്ധ സർക്കാർ സ്ഥാപനമായ കാപ്പെക്സ് കശുവണ്ടി തൊഴിലാളികളുടെ പ്രതീക്ഷയ്ക്കൊപ്പം ഉയർന്നില്ല എന്ന യാഥാർത്ഥ്യവും ഈ മേഖലയിലെ തൊഴിലാളികൾ തെരഞ്ഞെടുപ്പ് കാലത്തെ ചൂണ്ടിക്കാണിക്കുന്നു. ക്ഷീരകർഷകർക്ക് കന്നുകാലി വളർത്തൽ ബാലികാറാമലിയായി മാറിയിരിക്കുന്നു. മിൽമ പോലുള്ള വൻകിട സഹകരണ സംഘങ്ങൾ പാലിനായി തമിഴ്നാടിനെയും കർണാടകയെയും ആശ്രയിക്കുന്നു. നിങ്ങളുടെ വോട്ട് ആർക്കെന്ന ചോദ്യവുമായി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന A2Z ന്യൂസ് ചാനലിനോട് മനസ്സ് തുറന്നവരിൽ എല്ലാ മുന്നണികളെയും വിമർശിക്കുന്നവർ ഉണ്ടായിരുന്നെങ്കിലും സർക്കാരിനെതിരെ ഏറ്റവും കൂടുതൽ ജനരോഷം ഉയർന്ന മണ്ഡലങ്ങളുടെ കണക്കെടുത്താൽ നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, വർക്കല, കൊല്ലം, ചാത്തന്നൂർ, ഇരവിപുരം, ചവറ, കുന്നത്തൂർ, കായംകുളം, അമ്പലപ്പുഴ, ആലപ്പുഴ, ചെങ്ങന്നൂർ, ആറന്മുള, കൊട്ടാരക്കര മണ്ഡലങ്ങളിലെ വോട്ടർമാർക്കിടയിൽ സർക്കാർ വിരുദ്ധ തരംഗം ശക്തമാണ്. മന്ത്രിമാരിൽ വീണ ജോർജിനെ പിന്തുണയ്ക്കുന്നവരും എണ്ണത്തിൽ കുറവാണ്. പത്തനാപുരം മണ്ഡലം ഇത്തവണ ഗണേഷിനെ പിന്തുണയ്ക്കുമോ എന്ന് കണ്ടറിയണം. സ്ത്രീ വിഷയ വിവാദം ഇത്തവണ ഗണേഷിന്റെ ഭൂരിപക്ഷം ഗണ്യമായി കുറയ്ക്കും എന്ന് മാത്രമല്ല, വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥി എന്ന നിലയിൽ കോൺഗ്രസിലെ ജ്യോതികുമാർ ചാമക്കാലയും മണ്ഡലത്തിൽ സജീവമാണ്. തിരുവനന്തപുരം ജില്ലയിൽ പാറശാലയും നെയ്യാറ്റിൻകരയും അരുവിക്കരയും വട്ടിയൂർക്കാവും വർക്കലയും മാത്രമാണ് ഇടതുമുന്നണിക്ക് അല്പമെങ്കിലും പ്രതീക്ഷയുള്ള മണ്ഡലങ്ങൾ. അതേസമയം ഇടതുമുന്നണിയുടെ സിറ്റിംഗ് സീറ്റുകളായ നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം സീറ്റുകളിൽ ഇത്തവണ NDA സഖ്യം വിജയിക്കാനാണ് കൂടുതൽ സാധ്യത. കൊല്ലം ജില്ലയിലെ ഇരവിപുരം, പുനലൂർ മണ്ഡലങ്ങൾ മാത്രമാണ് ഇടത് പ്രതീക്ഷയുള്ള 2 മണ്ഡലങ്ങൾ. ചാത്തന്നൂരിൽ ഏത് സ്ഥാനാർത്ഥി ജയിച്ചാലും NDA 2ാം സ്ഥാനത്ത് കത്തും. നടൻ മുകേഷിലൂടെ പേര് കളഞ്ഞു കുളിച്ച കൊല്ലവും 25 കൊല്ലം MLA ആയിരുന്നിട്ടും പറയത്തക്ക വികസനമൊന്നും കൊണ്ടുവരാൻ കഴിയാത്ത കോവൂർ കുഞ്ഞുമോന്റെ കുന്നത്തൂരും ചവറയും ഇടതുമുന്നണിയെ ഇത്തവണ കൈവിട്ടേക്കും. വാശിയേറിയ പോരാട്ടം നടക്കുന്ന കായംകുളത്തും അമ്പലപ്പുഴയിലും ആലപ്പുഴയിലും ഇടത് സ്ഥാനാർത്ഥികൾ കുറെ വെള്ളം കുടിക്കും. മാവേലിക്കര മണ്ഡലത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടി വിജയിക്കാനുള്ള ഇടതു സ്ഥാനാർത്ഥി ഇത്തവണയും അരുൺകുമാർ തന്നെയാകും. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി വലിയ ജനപിന്തുണ ആർജിക്കാൻ കഴിഞ്ഞിട്ടുള്ള സിറ്റിംഗ് MLA എന്ന നിലയിൽ മാവേലിക്കരയിൽ ഏറെ മുന്നിലാണ് അരുൺകുമാർ എന്നും പറയാതെ വയ്യ. ചുരുക്കി പറഞ്ഞാൽ തിരുവനന്തപുരം മുതൽ മാവേലിക്കര വരെയുള്ള തെക്കൻ കേരളത്തിൽ ഇടതു സ്ഥാനാർത്ഥികളിൽ 4 സിറ്റിംഗ് മന്ത്രിമാരടക്കം ഇത്തവണ പരാജയപ്പെടാനും സാധ്യത ഏറെയാണ്. വീണ ജോർജ്, സജി ചെറിയാൻ, KN ബാലഗോപാൽ, V ശിവൻകുട്ടി എന്നിവർ പരാജയപ്പെടുമെന്നാണ് രഹസ്യ സർവേ ഫലം വ്യക്തമാക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ വട്ടിയൂർക്കാവ്, വർക്കല, കഴക്കൂട്ടം, കൊല്ലം, ചവറ, കായംകുളം, കുന്നത്തൂർ, റാന്നി, കോന്നി, അടൂർ മണ്ഡലങ്ങളിൽ അടക്കം 14 സീറ്റുകൾ CPM മുന്നണിക്ക് നഷ്ടപ്പെടാം. കോട്ടയം ജില്ലയിൽ പാല, കോട്ടയം, ഏറ്റുമാനൂർ, പൂഞ്ഞാർ, തിരുവല്ല, ചങ്ങനാശ്ശേരി, പുതുപ്പള്ളി മണ്ഡലങ്ങളിൽ കാഞ്ഞിരപ്പള്ളിയും ഏറ്റുമാനൂരും മാത്രമാണ് മുന്നണിക്ക് അനുകൂലമാകുക. പാലായിൽ NDA സഖ്യവും പൂഞ്ഞാറിൽ UDFും മുന്നേറ്റമുണ്ടാക്കും. കോട്ടയവും പുതുപ്പള്ളിയും വൈക്കവും കടുത്തുരുത്തിയും ചങ്ങനാശ്ശേരിയും തിരുവല്ലയും UDFിനെ പിന്തുണയ്ക്കുമെന്നും ജനഹിതം വ്യക്തമാക്കുന്നു. കോട്ടയം ജില്ലയിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് കാഞ്ഞിരപ്പള്ളി സീറ്റിൽ മാത്രം വിജയം ഒതുക്കേണ്ടി വരും. ഇടുക്കി ജില്ലയിൽ ഉടുമ്പൻചോലയും ദേവികുളവും ഇടുക്കിയും പീരുമേടും തൊടുപുഴയും UDF കൈപ്പിടിയിൽ ഒതുക്കാനും സാധ്യത ഏറെയാണ്. മന്ത്രി റോഷി അഗസ്റ്റിന് നേരിയ മുൻതൂക്കം ഉണ്ടെങ്കിലും ഭരണവിരുദ്ധ വികാരം തോട്ടം മേഖലയിൽ ഉടനീളം സജീവമാണ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിലെ ജനഹിതവും ആലപ്പുഴ ജില്ലയിലെ കായംകുളം മണ്ഡലവും മാത്രം പരിശോധിച്ചപ്പോൾ കിട്ടിയ ഫലമനുസരിച്ച് ഇടതുമുന്നണി മന്ത്രിമാരിൽ ശിവൻകുട്ടി, ബാലഗോപാൽ, വീണ ജോർജ്, സജി ചെറിയാൻ, റോഷി അഗസ്റ്റിൻ തുടങ്ങി തെക്കൻ കേരളത്തിൽ 5 മന്ത്രിമാരെ കാത്തിരിക്കുന്നത് കനത്ത തോൽവിയാണെന്നും പറയാതെ വയ്യ. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം മണ്ഡലങ്ങളിലെ ജനഹിതം ആർക്കൊപ്പമെന്ന് വരും ദിവസങ്ങളിൽ A2Z ന്യൂസ് മലയാളം 24 വ്യക്തമാക്കും. മണ്ഡലങ്ങളിലെ വിവിധ തൊഴിലിടങ്ങളിൽ ജോലി ചെയ്യുന്ന വ്യത്യസ്ത പ്രായക്കാരായ വോട്ടർമാരുടെ സത്യസന്ധവും സുതാര്യവുമായ അഭിപ്രായങ്ങളാണ് A2Z പ്രേക്ഷകരിൽ എത്തിക്കുന്നത്. ഇത്തവണ 84 സീറ്റുകളിൽ UDFും 55 സീറ്റുകളിൽ വരെ LDFും 5 മുതൽ 8 വരെ സീറ്റുകളിൽ NDA സഖ്യവും വിജയിക്കാനുള്ള സാധ്യതയിലേക്കാണ് ഈ നിയമസഭാ
തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയ ജനഹിതം രഹസ്യ സർവേ വ്യക്തമാക്കുന്നത്. A to Z ന്യൂസ് മലയാളം 24.